ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇന്ന് സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതിനാൽ IT മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുത്തൻ അറിവുകൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ കൈമുതലാക്കിയ പുതുതലമുറയെ IT സംരംഭക മേഖലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോഴിക്കോട് UL സൈബർ പാർക്കിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകൾ ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയുടെ പുതുസംരംഭങ്ങൾക്കായി ഇനി കാത്തിരിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. അവശ്യമരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചത് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാനെന്ന് MLA കെ ദാസൻ. പിതാവും കാമുകിയും ചേർന്ന് മകളെ കൊലപ്പെടുത്തി. മൃതദേഹം തുടരന്വേഷണത്തിനായി വീണ്ടും പുറത്തെടുത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രം ശ്രമിച്ചാൽ നാട് മാലിന്യമുക്തമാവില്ലെന്ന് ദേശാഭിമാനി പത്രാധിപർ VV ദക്ഷിണാമൂർത്തി. വാർത്തകൾ വിശദമായി. പിതാവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ 14-കാരിയുടെ മൃതദേഹം കൂടുതൽ തെളിവെടുപ്പിനായി പുറത്തെടുത്തു. ഇരിങ്ങാലക്കുട സ്വദേശിനി ഫെമിയുടെ മൃതദേഹമാണ് രാസപരിശോധനയ്ക്കായി ശ്മശാനത്തിൽ നിന്നും പുറത്തെടുത്തത്. ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട 14-കാരി ഇരിങ്ങാലക്കുട സ്വദേശി ഫെമിയുടെ മൃതദേഹം തെളിവെടുപ്പിനായി പുറത്തെടുത്തു. കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ ഫെമിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 26-ന് വെസ്റ്റ് ഹില്ലിലെ ശ്മശാനത്ത് ആളില്ലാത്ത മൃതദേഹമെന്ന നിലയിൽ മറവ് ചെയ്യുകയായിരുന്നു. ഫെമിയുടെ അച്ഛൻ ബെന്നിയുടെ അവിഹിത ബന്ധത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഓഗസ്റ്റ് 20-നാണ് അച്ഛൻ ബെന്നിയും കാമുകി മലപ്പുറം സ്വദേശി വിനീതയും ചേർന്ന് ഫെമിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് മൃതദേഹം കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഫെമിയെ കാണാനില്ലെന്ന് കാണിച്ച് അമ്മ ജൂലി ഇരിങ്ങാലക്കുട പോലീസിന് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് കേസിന്റെ ദുരൂഹത മാറ്റി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത്. വെസ്റ്റ് ഹിൽ ശ്മശാനത്തു നിന്നും ഫെമിയുടെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ തെളിവെടുപ്പിനായി ഫെമിയുടെ പിതാവും 1-ാം പ്രതിയുമായ ബെന്നിയെയും കാമുകി മലപ്പുറം തിരൂർ സ്വദേശി വിനീതയെയും കൊണ്ടുവന്നിരുന്നു. ഭാര്യ ജൂലിയുമായി നേരത്തെ ബെന്നി അകന്നാണ് കഴിഞ്ഞിരുന്നത്. സംസ്ഥാന പോലീസിന്റെ ക്രിയാത്മകമായ കേസന്വേഷണമാണ് ഫെമിയുടെ കൊലപാതകികളെ കണ്ടെത്താൻ സഹായിച്ചത്. തെളിവെടുപ്പിന്റെ ഭാഗമായി ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. ശരീരത്തിൽ മുറിവുകൾ, ക്ഷതങ്ങൾ എന്നിവ ഉണ്ടോ എന്നത് രാസപരിശോധന കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. കോഴിക്കോട് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുജിത് ശ്രീനിവാസൻ, പ്രജിത്ത്, വരുൺ എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട DYSP വർഗീസ്, സർക്കിൾ ഇൻസ്പെക്ടർ R മധു, അനിൽ TD, സുജിത് കുമാർ, ഷഫീർ ബാബു, മഹേഷ് എന്നിവരും വെള്ളയിലെ ഇൻസ്പെക്ടർമാരായ KN രമണൻ, T റഹീം, ടൗൺ SI ഉണ്ണികുമാരൻ, ഷാഫി, ശ്രീകുമാർ A, വിശ്വനാഥൻ എന്നിവരും തെളിവെടുപ്പ് സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റ് ഇൻസ്പെക്ടർ കരീം VP, വത്സരാജ്, സയന്റിഫിക് അസിസ്റ്റന്റ് രമ്യ എന്നിവർക്കൊപ്പം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് NV രഘുനാഥിന്റെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവശ്യമരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചത് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാനാണെന്ന് MLA കെ ദാസൻ. DYFI ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് മുതലാളിമാരെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരുന്നുകളുടെ വിലക്കയറ്റം നടത്തുന്നതെന്ന് MLA കെ ദാസൻ കുറ്റപ്പെടുത്തി. കോഴിക്കോട് DYFIയുടെ നേതൃത്വത്തിൽ അവശ്യമരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ വില നിശ്ചയിക്കാൻ. അന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, മരുന്നുകളുടെ വില നിശ്ചയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മരുന്ന് ഉത്പാദക കമ്പനികൾക്ക് വരുന്ന ചെലവും ഒരു പെർസെന്റേജ് കണക്കാക്കി അവരുടെ ബെനിഫിറ്റും ലാഭവും ഇതും രണ്ടും കണക്കാക്കിയുള്ള ഒരു കൺട്രോൾ പ്രൈസ് ആയിരിക്കണം ഈ രാജ്യത്ത് നടപ്പിലാക്കണം. അങ്ങനെയുള്ള ഒരു വില നിയന്ത്രണം ഈ രാജ്യത്ത് സുപ്രീം കോടതിയാണ് രാജ്യത്തിന്റെ നീതിന്യായ പീഠത്തിൽ നിന്ന് വന്ന ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് അങ്ങനെ ഒരു കൺട്രോൾ വന്നിരുന്നത്.
ആ കൺട്രോൾ ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടാണ് 108 മരുന്നുകളിൽ വിലവർദ്ധനവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഞാൻ മനസ്സിലാക്കിയത് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, ആ മരുന്നിന് 8650 രൂപയുള്ളതിൽ നിന്ന് 1 ലക്ഷം രൂപയാണ്. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഭരിക്കേണ്ടത്. എന്നാൽ ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും പോരാട്ട മൂലധനത്തെയും RSS മേധാവി സുധാകർ റാവുവിനെ ചരിത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ മേധാവിയാക്കിയതും ഗുജറാത്തിൽ നടപ്പാക്കുന്ന മിത്രവിദ്യാ പദ്ധതിയും ഭാരതത്തിൽ വർഗീയത സൃഷ്ടിക്കുമെന്ന് കെ ദാസൻ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അശ്വിനി ദേവ് അധ്യക്ഷത വഹിച്ചു. റഷീദ്, ബിനിൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രം ശ്രമിച്ചാൽ കേരളം മാലിന്യമുക്തമാവില്ലെന്ന് ദേശാഭിമാനി പത്രാധിപർ VV ദക്ഷിണാമൂർത്തി പറഞ്ഞു. ശുചിത്വ കേരളം ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യവിരുദ്ധ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ശുചിത്വ കേരളം ശില്പശാലയ്ക്ക് തുടക്കം. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ശില്പശാല CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രം വിചാരിച്ചാൽ മാത്രം നമ്മുടെ കേരളം മാലിന്യമുക്തമാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികളുടെ മാത്രം ചുമതലയാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന ധാരണ മാറ്റിയെടുക്കണമെന്നും ഇതിനായി ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ജനപ്രതിനിധികളുടെ മാത്രം ഒരു ചുമതലയാണ് എന്ന ധാരണയാണ് ഇപ്പോഴും നമ്മുടെ സഖാക്കൾ വെച്ചു കൊടുക്കുന്നത്. ആ ധാരണ മാറ്റിയെടുത്തേ മതിയാവും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും മാത്രം ശ്രമിച്ചാൽ നമ്മുടെ കേരളം ഒരിക്കലും മാലിന്യമുക്തമായി മാറില്ല. ഇത് നമ്മുടെ പാർട്ടി സഖാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടാവണം, ബഹുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉണ്ടാവണം. മുൻ മേയർ M ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, PK രവീന്ദ്രൻ, M മോഹനൻ മാസ്റ്റർ, കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ K ശാന്ത ടീച്ചർ, K ദാസൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, KP കുഞ്ഞാമുദ്കുട്ടി മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലകളിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാർട്ടി പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ജില്ല പൂർണ്ണമായും ശുചീകരിക്കുന്നതിന്റെ പദ്ധതി ശില്പശാലയിൽ തയ്യാറാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകും ശുചീകരണം നടക്കുന്നത്. നവംബർ 1 മുതൽ ശുചീകരണ യജ്ഞം തുടങ്ങും. നഗരങ്ങളെയും ഗ്രാമങ്ങളെയും വീട്ടുപരിസരങ്ങളെയും പൊതുയിടങ്ങളെയും മാലിന്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. നവംബർ 1 തിരുവനന്തപുരത്ത് എന്റെ നഗരം സുന്ദരനഗരം പദ്ധതിക്ക് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തുടക്കം കുറിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന ശുചിത്വ പരിപാടിയിൽ CPM പ്രവർത്തകർ പങ്കെടുക്കും. ക്ലാസിൽ തിരികെ കയറാൻ വിദ്യാർത്ഥി അമ്മയ്ക്കൊപ്പം സമരം തുടങ്ങി. കൊയിലാണ്ടി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അജിഷ്ണുലാലാണ് വിദ്യാലയത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ക്ലാസ്സിൽ വരാത്തതിന് TC നൽകി സ്കൂളിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. ക്ലാസിൽ തിരികെ കയറാൻ വിദ്യാർത്ഥി അമ്മയ്ക്കൊപ്പം സമരം തുടങ്ങി. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി വെങ്ങളം അജിഷ്ണുലാലാണ് അമ്മ ബിന്ദുവിനൊപ്പം സ്കൂളിന് മുൻപിൽ സമരം ആരംഭിച്ചത്. അധ്യയന വർഷം ആരംഭിച്ച ജൂണിൽ 5 പ്രവൃത്തി ദിവസം പിന്നിട്ടപ്പോൾ ഫുട്ബോൾ കളിക്കിടെ പരിക്കേറ്റ് അജിഷ്ണുലാൽ 6 പ്രവൃത്തി ദിവസങ്ങളിൽ അവധിയായിരുന്നു. അവധിയുടെ കാര്യം സ്കൂളിൽ ഫോണിൽ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ TC വാങ്ങിപ്പോയിക്കുക എന്നായിരുന്നു ക്ലാസ് ടീച്ചറുടെ നിലപാടെന്നും അസുഖം മാറി ബന്ധുവിനൊപ്പം സ്കൂളിലെത്തിയപ്പോഴും തന്നെ പറഞ്ഞുവിടാൻ തന്നെയായിരുന്നു ബന്ധപ്പെട്ടവർക്ക് തിടുക്കമെന്നും ജിഷ്ണുലാൽ പറഞ്ഞു. ഇപ്പോൾ മാഷ് പറഞ്ഞെന്താ വെച്ചാല് പരീക്ഷ എഴുതാൻ എത്ര മാർക്ക് ഹാജർ വേണോ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം എന്തെങ്കിലും തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് പലതവണ അപേക്ഷിച്ചിട്ടും പലരും ഇടപെട്ടിട്ടും ക്ലാസ്സിൽ കയറാൻ സാധിക്കാത്തതിനാലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. SFI സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജിഷ്ണുലാലിനെ സ്കൂളിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. ഇവന്റെ പെങ്ങളോട് ഇവനെ ക്ലാസ്സിലേക്ക് തിരിച്ചെടുക്കാൻ ചെല്ലി അയച്ചിരിക്കുന്നു മാഷ് ചോദിച്ചു. ഇവന്റെ പെങ്ങളെ ഞങ്ങൾ ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടിയാണ്. വിളിച്ച് അന്വേഷിച്ച സമയത്ത് ഓനോട് വന്ന് TC പോയിക്കോളാനാണ് മാഷ് ഞങ്ങളോട് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞു. അതുകൂടെ കേട്ടേരോ മാഷ് കയ്യാങ്കളി ഞങ്ങളോട് വന്ന ഇവരെ പിടിച്ച് തള്ളുകയും ഒരു കയ്യാങ്കളി എന്നുള്ള രൂപത്തിലേക്ക് ചാടി ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ ഒരു ഗുണ്ടായിസം കാണിക്കുന്ന രീതിയിലാണ് മാഷ് ഇവിടുന്ന് വിദ്യാർത്ഥികളോടും ഞങ്ങളോടും പെരുമാറിയത്. അപ്പം മറ്റധ്യാപകർ വന്നിട്ട് ആ മാഷ് പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഒരു കുട്ടീന്റെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്നത് എന്തിന്റെ പേരിലായാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സംസ്കാരം ഘടകത്തിലുള്ള നമുക്ക് സാധിക്കില്ല. അതേസമയം കുട്ടി തുടർച്ചയായി ക്ലാസ്സിൽ വരാതിരിക്കുകയാണ് ഉണ്ടായതെന്നും ഇക്കാര്യം പറഞ്ഞ് രക്ഷിതാക്കൾ ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും പ്രധാനാധ്യാപകൻ അശോകൻ മാസ്റ്റർ പറയുന്നു. അജിഷ്ണുലാലിന്റെ കാര്യം ആണെങ്കിൽ അജിഷ്ണുലാലിയുടെ 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ 10ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തതിനു ശേഷം ജൂൺ മാസത്തിൽ 5 ദിവസം മാത്രമേ സ്കൂൾ വന്നിട്ടുള്ളൂ. ക്ലാസ് ടീച്ചർ അവന്റെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയും അതേപോലെ തന്നെ അവന്റെ സിസ്റ്ററോട് ഇവിടെ തന്നെ പഠിക്കുന്ന 10Bയിലുള്ള സിസ്റ്ററോട് വീട്ടിൽ നിന്ന് അജിഷ്ണു വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം അമ്മയെ ധരിപ്പിക്കണം. അതേപോലെ തന്നെ
അഡീഷണൽ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയണമെന്ന് ക്ലാസ് ടീച്ചറായ അനീഷ് മാഷ് പറഞ്ഞിട്ടുണ്ട്. ലോക ആനിമേഷൻ ദിനം വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റ് മദനൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി പോലീസ് ക്ലബ്ബ് പരിസരത്ത് പൊതുജനങ്ങൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കാർട്ടൂണുകളുടെയും പെയിന്റിങ്ങുകളിലൂടെയും വിടർന്നത് ആനിമേഷൻ കഥാപാത്രങ്ങൾ മാത്രം. അധികവും കുട്ടികളുടെയും അതോടൊപ്പം മുതിർന്നവരുടെയും പ്രിയ താരങ്ങൾ തന്നെ. കോഴിക്കോട്ടെ വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയയിലാണ് ലോക ആനിമേഷൻ ദിനത്തെ ആഘോഷ വിസ്മയമാക്കിയത്. കോളേജ് അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായും ക്യാൻവാസ് ഒരുക്കിയിരുന്നു. പൊതുജനങ്ങൾക്കും അവരുടെ വിരലുകൾ ചലിപ്പിക്കാനായി 100 മീറ്റർ നീളത്തിലുള്ള മൂവ് ആൻഡ് ഡ്രോ വാൾ ക്യാൻവാസാണ് പാവമണി റോഡിലെ പോലീസ് ക്ലബ് പരിസരത്ത് തീർത്തത്. കൂടാതെ ഫ്ലിപ്പ് ബുക്ക് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. വാൾ ക്യാൻവാസ് മത്സരത്തിൽ സമ്മാനമായി 2000 രൂപയും ഫ്ലിപ്പ് ബുക്ക് മത്സരത്തിൽ 1000 രൂപയും സമ്മാനമായി ലഭിക്കും. കൂടാതെ വിസ്മയം മീഡിയ ക്ലബ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹൊറർ കേവ് ആനിമേഷൻ ഫിലിം പ്രദർശനവും ആനിമേഷൻ സെമിനാർ, ഫോട്ടോ പോസ്റ്റർ പ്രദർശനം എന്നിവയും പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. ആനിമേഷൻ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോർഡിനേറ്റർ ഗാന. ഇന്ന് വേൾഡ് ആനിമേഷൻ ഡേ ആണ്. അപ്പം ഈ ആനിമേഷന്റെ പ്രാധാന്യം ജനങ്ങളെ എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പരിപാടിയെല്ലാം സംഘടിപ്പിച്ചത്. നമ്മൾ ഇപ്പോഴുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ആനിമേഷൻ ഒരു പ്രാധാന്യം അറിയില്ല. അപ്പം നമ്മൾ ഈ ഒരു ദിവസം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തത്. ആനിമേഷൻ ദിനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കോഴിക്കോട് ബീച്ചിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച മണൽ ശില്പം കാഴ്ചക്കാരെ ആകർഷിച്ചിരുന്നു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട്, കാന്തലാട്, ചെക്കിട്ടപ്പാറ വില്ലേജുകളിലെ ഭൂനികുതി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് അട്ടിമറിച്ച് മലയോര കർഷകരുടെ കൃഷിസ്ഥലങ്ങളിൽ വീണ്ടും ജണ്ട കെട്ടാനുള്ള നീക്കത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി. ഈ നടപടി മലയോര മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. 2002 200ഓളം കർഷകരുടെ കൃഷിഭൂമികൾക്ക് അന്വേഷണമോ പരിശോധനയോ കൂടാതെ നികുതി തടഞ്ഞത്. നികുതി സ്വീകരിക്കാത്ത ഭൂമി വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കാനോ സാധിക്കാത്ത കർഷകരുടെ സമരങ്ങളുടെ ഫലമായി ഭൂമികളുടെ ആധാരം, പട്ടയം, ലാൻഡ് ഏരിയ രജിസ്റ്റർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അനുകൂലമാണെങ്കിൽ നികുതി സ്വീകരിക്കണമെന്നും അതനുസരിച്ച് നികുതി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ നികുതിയടച്ച ഭൂമിയിൽ കർഷകരെ ജോലി ചെയ്യാൻ അനുവാദം നൽകാതെ വനം വകുപ്പ് കൃഷിസ്ഥലം കയ്യേറി അളന്നു തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ OD തോമസ് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞങ്ങളുടെ MP എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഈ തീരുമാനം എടുക്കാൻ വേണ്ടി വന്ന കളക്ടറും MLA-മാരും ഒക്കെ MLA-യും അതുപോലെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലൊരു വലിയ വിഷയം. അത് മൗനം പാലിക്കുക. കർഷകരുടെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും അശാസ്ത്രീയമായ സർവേയുടെ മറവിൽ ഭൂമി പിടിച്ചെടുക്കുന്ന വനം വകുപ്പ് നടപടികൾ നിർത്തിവെക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.
സമരപരിപാടികൾക്ക് രൂപം നൽകാൻ നവംബർ 20-ന് കൂരാച്ചുണ്ടിൽ കർഷക കൺവെൻഷൻ സംഘടിപ്പിക്കും. സ്വകാര്യ സൈബർ പാർക്കുകളിൽ എത്തുന്ന കമ്പനികൾക്ക് സർക്കാർ സൈബർ പാർക്കുകളിൽ ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ 3ാമത്തെ IT കേന്ദ്രമായി കോഴിക്കോട് മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു. നെല്ലിക്കോട് UL സൈബർ പാർക്കിൽ പ്രവർത്തനമാരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയെ IT സംരംഭക മേഖലയിലേക്ക് സ്വാഗതം ചെയ്ത് UL സൈബർ പാർക്കിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് പ്രവർത്തനം തുടങ്ങി. സ്റ്റാർട്ടപ്പ് വില്ലേജിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിവുള്ളവർക്ക് മികച്ച സംരംഭകരാകാൻ സാധിക്കും. ബൈപ്പാസിൽ UL സൈബർ പാർക്കിനോട് ചേർന്ന് 2530 ചതുരശ്രയടി സ്ഥലത്താണ് മലബാറിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തത്. പഠനശേഷം നൂതന ആശയങ്ങളുള്ള യുവ IT വിദഗ്ധർക്ക് കമ്പനി തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്റ്റാർട്ടപ്പ് വില്ലേജിലുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലാപ്ടോപ്പുമായി വന്ന് ആദ്യ ദിനം തന്നെ ജോലി ആരംഭിക്കാം. മലബാറിൽ നിന്നുള്ള സംരംഭകർക്കാണ് മുൻഗണന. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതും വൈഫൈ സൗകര്യമുള്ളതുമായ ആധുനിക കെട്ടിടമാണ് ഒരുക്കിയത്. 50 പേർക്ക് ജോലി ചെയ്യാനാവശ്യമായ സൗകര്യം ലഭ്യമാണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും ടെക്നോ പാർക്കും സ്വകാര്യ സംരംഭകരായ മോബ് വി വയർലൈൻസും ചേർന്നാണ് സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സ്റ്റാർട്ടപ്പ് വില്ലേജ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ IT പാർക്കിന് നൽകുന്ന എല്ലാ സൗകര്യവും UL സൈബർ പാർക്കിലും നൽകുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. IT രംഗത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങളെ പിന്നിലാക്കി മുന്നേറുകയാണ്. താമസിയാതെ കേരളം ഇലക്ട്രോണിക്സ് സംസ്ഥാനമായി മാറും. സർക്കാർ എല്ലാ പിന്തുണയും നൽകി IT കമ്പനികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കോഴിക്കോടിനെ IT സിറ്റിയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ഈ പാർക്കിൽ IT കമ്പനികൾ വരാൻ വേണ്ടി ഗവൺമെന്റ് പാർക്ക് എന്ത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ സൗകര്യം, ആ ഇൻസെന്റീവും മുഴുവൻ ഈ പാർക്കിൽ വരുന്ന ആളുകൾക്കും ഞങ്ങൾ കൊടുക്കും എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ മന്ത്രി MK മുനീർ അധ്യക്ഷനായി. ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മേയർ AK പ്രേമചന്ദ്, MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, സെസ് ജോയിന്റ് ഡയറക്ടർ ഭുവനേശ്വരി രവീന്ദ്രൻ, സൈബർ പാർക്ക് CEO അജിത് കുമാർ, സ്റ്റാർട്ടപ്പ് വില്ലേജ് ചെയർമാൻ സഞ്ജയ്, കോർപ്പറേഷൻ കൌൺസിലർ K ദേവകി, KC അബു, MA റസാഖ്, IV ശശാങ്കൻ, P രഘുനാഥ്, അങ്കത്തിൽ അജയ്കുമാർ, ജോൺ പൂതക്കുഴി, മുക്കം മുഹമ്മദ്, CN വിജയകൃഷ്ണൻ, K ലോഹ്യ, KP രാജൻ, UL സൈബർ പാർക്ക് ചെയർമാൻ രമേശൻ പാലേരി, CEO പ്രണവ് എന്നിവർ സംസാരിച്ചു. കക്കോടി ചിരട്ടാട്ടുമലയിലെ ഗുഹയുടെ പ്രമാണീകരണം പൂർത്തിയായി. പ്രമാണീകരണം പൂർത്തിയാക്കിയതിനു ശേഷം ഗുഹയും പുറത്തെടുത്ത വസ്തുക്കളും പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി സൗകര്യമൊരുക്കിയിരുന്നു. മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചെങ്കൽ ഗുഹയാണ് ചിരട്ടാട്ടുമലയിൽ കണ്ടെത്തിയത്. കക്കോടി ചിരട്ടാട്ടുമലയുടെ താഴ്വാരത്ത് കണ്ട ഗുഹയുടെ പ്രമാണീകരണം പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വൈകിട്ടോടെ 75% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. നേരത്തെ പ്രവേശന ഭാഗത്തെ 12 മൺപാത്രങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. 120 കൽമുത്തുകളും ഇതിൽ നിന്ന് കണ്ടെടുത്തു. പ്രമാണീകരണം പൂർത്തിയാക്കി പാത്രങ്ങളും മറ്റ് ശേഷിപ്പുകളും പുറത്തെടുത്തു. പുറത്തെടുത്ത സാധനങ്ങൾ വൈകിട്ട് 4 മുതൽ 6 വരെ പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി പ്രദർശിപ്പിച്ചു. ഇതോടൊപ്പം ഗുഹയും കാണാൻ അവസരമുണ്ടാക്കി. പ്രമാണീകരണം നടക്കുന്നതിനാൽ ഗുഹ സന്ദർശനം കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നില്ല. ഗുഹയുടെ വശങ്ങളിൽ നിന്ന് 2 ഇഞ്ച് ആഴത്തിൽ മണ്ണെടുത്ത് അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഓരോ ഘട്ടങ്ങളിലും ഫോട്ടോയിലും വീഡിയോയിലും പകർത്തിയാണ് പ്രമാണീകരണം നടത്തുന്നത്. മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചെങ്കൽ ഗുഹയാണിതെന്നാണ് അനുമാനം. അക്കാലത്ത് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ഈ ഗുഹയിൽ ആചാരക്രമത്തിൽ വിവിധ വശങ്ങളിലേക്ക് പ്രത്യേകമായി തിരിച്ചുവച്ച നിലയിലാണ് മൺപാത്രങ്ങളുള്ളത്. അതൊന്നും മാറ്റാതെ അതിനടിയിലെ മണ്ണ് വളരെ ശ്രദ്ധാപൂർവം ബ്രഷ് ഉപയോഗിച്ച് മാറ്റി വളരെ സൂക്ഷ്മതയോടെയാണ് പരിശോധന നടത്തിയത്. പുറത്തെടുത്ത മണ്ണ് വീണ്ടും ചെറിയ അരിപ്പയിലിട്ട് പരിശോധിച്ചു. ഇങ്ങനെ ബെഞ്ചിന് മുകളിൽ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ച് പരിശോധിച്ചപ്പോഴാണ് അമൂല്യങ്ങളായ എച്ച് കാർണിലിയൻ ഇനത്തിൽപ്പെട്ട 120 കൽമുത്തുകൾ കിട്ടിയത്. സംസ്ഥാന പുരാവസ്തു വിഭാഗം ഫീൽഡ് ആർക്കിയോളജിയിലെ എക്സ്കവേഷൻ അസിസ്റ്റന്റ് B മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. പുരാവസ്തു ഉദ്യോഗസ്ഥർക്ക് പുറമെ ആർക്കിയോളജി ഫോട്ടോഗ്രാഫറായ മുഹമ്മദിന്റെ സേവനം കൂടി കഴിഞ്ഞ ദിവസം പ്രമാണീകരണത്തിനായി ഉപയോഗിച്ചിരുന്നു. മറ്റൊരു ഗവേഷക വിദ്യാർത്ഥിയും പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ചിരട്ടാട്ടുമലയുടെ താഴ്വരത്ത് അതിപുരാതനമായ 3 ഗുഹകൾ കണ്ടതിനാൽ ഇവ സംരക്ഷിക്കണമെന്ന് നാട്ടുകാരിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. വരും തലമുറയ്ക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടി ഉപകരിക്കുന്ന തരത്തിൽ ഇവ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മേക്കേപ്പറമ്പത്ത് കൃഷ്ണപ്രസാദ്, പൂതേരിപ്പറമ്പത്ത് രാരിച്ചക്കുട്ടി എന്നിവരുടെ പറമ്പിലാണ് ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ളത്. കോഴിക്കോട് ദയാ സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ K പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
കോഴിക്കോട് ദയ സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കമ്മത്ത് ലൈനിലെ അൽ അമീർ ക്ലിനിക് പരിസരത്ത് നടന്ന പരിപാടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളത് RTO ഓഫീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ RTO ഓഫീസർ എന്നുള്ള രീതിയിൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിലായിരുന്നാലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സഹായത്തിനായിരുന്നാലും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഓഫീസിന്റെ സഹകരണം നിങ്ങൾക്കുണ്ടാവും. ഏതൊരു സന്ദർഭത്തിലും ദയ സ്വാശ്രയ സംഘം പ്രസിഡന്റ് CK അബ്ദുൽ ഖാദർ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ സത്യസന്ധരായ ഓട്ടോ ഡ്രൈവർമാരെ ട്രാഫിക് സർക്കിൾ ഇൻസ്പെക്ടർ C ശിവപ്രസാദ് ആദരിച്ചു. തുടർന്ന് ഓട്ടോ ഡ്രൈവർമാർക്കുള്ള സൗജന്യ കാക്കി വിതരണം KVR മോട്ടോഴ്സ് JMD സുജിത് റാം പാറയിലും കന്നഡ വിതരണം അൽ അമീൻ ഐ ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ VV മൻസൂർ അലിയും നിർവഹിച്ചു. സംഘം സെക്രട്ടറി JM ഷംസുദ്ദീൻ, ട്രഷറർ ഹാറൂൺ റഷീദ് എന്നിവർ സംബന്ധിച്ചു. മാവിളിക്കടവ് MSS പബ്ലിക് സ്കൂളിൽ നടന്ന മലബാർ മേഖല സഹോദയ കലോത്സവത്തിൽ 674 പോയിന്റുമായി സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാരായി. ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പും MSS പബ്ലിക് സ്കൂൾ സെക്കൻഡ് റണ്ണറപ്പുമായി. സിനിമ സീരിയൽ നടൻ ഹരിശാന്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സഹോദയ സ്കൂൾസ് കോംപ്ലക്സ് മലബാർ മേഖലാ കലോത്സവത്തിൽ 674 പോയിന്റോടെ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ 9ാം തവണയും ജേതാക്കളായി. 407 പോയിന്റോടെ ചേവായൂർ ഭാരതീയ വിദ്യാഭവൻ 2ഉം 370 പോയിന്റോടെ മാവിളിക്കടവ് MSS പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടി. നടൻ ഹരിശാന്ത് സമ്മാനദാനം നടത്തി. പ്രസിഡന്റ് P ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റെജീന സൂപ്പി, പുതിയങ്ങാടി അൽ ഹറമൈൻ സ്കൂൾ പ്രിൻസിപ്പൽ TM സഫിയ, സംഘാടക സമിതി കോർഡിനേറ്റർ ബബിത ശശിധരൻ, സഹോദയ സെക്രട്ടറി മോനി യോഹന്നാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. Hi, casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. CH മുഹമ്മദ് കോയ സാബ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ട്രൈസ്റ്റാർ കോതി ജേതാക്കളായി. ഷൂട്ടൌട്ടിൽ ACS വെള്ളയിലിനെ 3-4 പരാജയപ്പെടുത്തിയാണ് ട്രൈസ്റ്റാർ കോതി CH സെവൻസ് നേടിയത്. കടലിനെയും കരയെയും വേർതിരിച്ച് കോഴിക്കോട് ബീച്ചിലുയർന്ന ഫുട്ബോൾ മൈതാനത്തെ ഗോൾ പോസ്റ്റിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നഗരത്തിന്റെ കണ്ണ്. CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ നടത്തിയ സെവൻസ് ഫുട്ബോൾ മത്സരമായിരുന്നു കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി മാറിയത്. മണൽ പരപ്പിന് മുകളിലൂടെ ഒഴുകി നടന്ന പന്ത് ആവേശത്തിന്റെ വല നിറച്ചപ്പോൾ ഫൈനൽ മത്സരത്തിൽ വിജയിയായത് ട്രൈസ്റ്റാർ കോതിയാണ്. തലങ്ങും വിലങ്ങും മറിഞ്ഞു ചാടി ഗോൾ വല കാത്ത ഗോൾ കീപ്പർമാർ കയ്യടി നേടിയപ്പോൾ ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ തീരുമാനിച്ചത്. അവസാന നിമിഷം വരെ പൊരുതി നിന്ന ACS വെള്ളയിൽ ടീം ഷൂട്ടൌട്ടിൽ 3-4 തോൽവി വഴങ്ങുകയായിരുന്നു. നിശ്ചിത സമയത്തിൽ ആരും ഗോൾ നേടിയിരുന്നില്ല. ട്രൈസ്റ്റാർ കോതിയിലെ TV സക്രിയയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. ഇതേ ടീമിലെ മുഹമ്മദ് സർജാദ് മികച്ച കളിക്കാരനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രൈസ്റ്റാർ ശിവജി ബോയ്സ് പുതിയാപ്പയെയും ACS ടൈഗർ ബോയ്സ് കാലിക്കറ്റിനെയും തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. തീരദേശ രക്ഷ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുത്തത്. ചാലപ്പുറം രക്ഷാസമിതി യൂണിറ്റ് 12 മൈത്രിയുടെ നേതൃത്വത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദത്തിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാനമ കുഞ്ഞുണ്ണി, കൌൺസിലർ NT പത്മ എന്നിവരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പങ്കെടുത്തു.
ചാലപ്പുരം രക്ഷാസമിതി യൂണിറ്റ് 12 മൈത്രിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ പൊതുസംവാദം സംഘടിപ്പിച്ചു. തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാനമ്മ കുഞ്ഞുണ്ണി, കൌൺസിലർ MT പത്മ, ഹെൽത്ത് ഇൻസ്പെക്ടർ V ബദറുദ്ദീൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K ദിലീപ് കുമാർ, PP പ്രകാശൻ, പ്രൊജക്ട് ഓഫീസർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. യുവമോർച്ച പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ ഡൗൺ ടൗൺ ഹോട്ടലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ചക്കാർ തകർത്ത ഡൗൺ ടൗൺ ഹോട്ടലിന് പിന്തുണയുമായി സ്നേഹസംഗമം. കപട സദാചാരവാദികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടിയത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഈ ചാനൽ ചർച്ചയിലേക്ക് പോകുന്ന മനപ്പാടാണ്, എൻ്റെ സ്കോർപ്പിൻ്റെ ഒരു മനപ്പാടാണ്. കോഴിക്കോട് പട്ടണത്തിൽ മന്ത്രി മുതൽക്ക് സാധാരണ ഒരു മനുഷ്യൻ വരെ കുടുംബമായി വരുന്ന ഒരു പ്രദേശം. മന്ത്രി മുതൽക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മളെല്ലാവരും കുടുംബമായി വരുന്ന ഒരു സ്ഥലമാണ് സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രയാസം അവിടെ സ്ഥിരം വരുന്ന ആളുകൾ, മാസത്തിൽ ഒരിക്കലെങ്കിലും വരുന്ന ആളുകൾക്കുണ്ടാകും. തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായി. വിൽസൺ സാമുവൽ, K സലാം, കട്ടയാട്ട് വേണുഗോപാൽ, EV ഉസ്മാൻ കോയ, ഭാസി മലാപ്പറമ്പ്, ബഷീർ പട്ടേൽ താഴം, PT ആസാദ്, ഹൻസ ജയൻ, സനാഫ് പാലക്കണ്ടി, അഡ്വക്കേറ്റ് M രാജൻ, TPM ആഷിർ അലി എന്നിവർ സംസാരിച്ചു. ചിത്രരേഖ ആർട്ട് അക്കാദമിയുടെ നേതൃത്വത്തിൽ ചിത്രകാരൻ സുനിൽ ലിനസ് ഡേയുടെ വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചു. ചിത്രകലാ വിദ്യാർത്ഥികളും ചിത്രകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു. ചിത്രരേഖ ആർട്ട് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രകാരൻ സുനിൽ ലിനസ് ഡേയുടെ വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചു. പ്രശസ്തരായ ചിത്രകാരന്മാരുടെ വ്യത്യസ്തമായ ചിത്രരചനാ ശൈലിയും സമ്പ്രദായങ്ങളും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ചിത്രകാരനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ പ്രേമദാസ് ഇരുവള്ളൂർ പറഞ്ഞു. ചിത്രകലാ വിദ്യാർത്ഥികളും ചിത്രകാരന്മാരും പ്രോഗ്രാമിൽ പങ്കെടുത്തു. നവതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ കവിത ഗാനാലാപന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വയലാർ അനുസ്മരണത്തിന്റെ ഭാഗമായി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. നവതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയലാർ അനുസ്മരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വയലാർ കവിത ഗാനാലാപന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന മത്സരത്തിൽ മുതിർന്നവരും കുട്ടികളുമടക്കം 150ഓളം പേരാണ് പങ്കെടുത്തത്. പരിപാടിയിൽ നവതരംഗം പ്രസിഡന്റ് P പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി V ഗോപി, KP സുന്ദർദാസ്, രാംശങ്കർ, AP കുഞ്ഞാമു, കൺവീനർ P മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പ്രസിഡന്റ് K അബ്ദുൽ സലാം വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ. ജനങ്ങളെ വ്യാപകമായി കുടിയൊഴിപ്പിച്ച് 45 മീറ്ററിൽ BOT അടിസ്ഥാനത്തിൽ ദേശീയപാത വികസിപ്പിക്കാനുള്ള സർക്കാർ ശ്രമത്തെ ഇരകളോടൊപ്പം നിന്ന് ശക്തമായി ചെറുക്കുമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് T മുഹമ്മദ് വേളം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് PT ഉഷ റോഡിലെ ഡൗൺ ടൗൺ കോഫി ഷോപ്പ് അടിച്ചു തകർത്ത യുവമോർച്ച നടപടി കോഴിക്കോട്ടെ സാമുദായിക സൗഹൃദ അന്തരീക്ഷം തകർത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണെന്നും അവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവശ്യ മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചത് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാനെന്ന് MLA K ദാസൻ. പിതാവും കാമുകിയും ചേർന്ന് മകളെ കൊലപ്പെടുത്തി. മൃതദേഹം തുടരന്വേഷണത്തിനായി വീണ്ടും പുറത്തെടുത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രം ശ്രമിച്ചാൽ നാട് മാലിന്യമുക്തമാവില്ലെന്ന് ദേശാഭിമാനി പത്രാധിപർ VV ദക്ഷിണാമൂർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.